السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد يسرنا القرآن للذكر فهل من مدكر. كذبت عاد فكيف كان عذابي ونذر. إنا أرسلنا عليهم ريحا صرصرا في يوم نحس مستمر تنزع الناس كأنهم أعجاز نخل منقعر. فكيف كان عذابي ونذر. ولقد يسرنا القرآن للذكر فهل من മുദ്ദക്കിർ. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് വഴിപ്പെട്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. സൂറത്തുൽ ഖമറിലെ 16 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ 17 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. സത്യനിഷേധികളും ധിക്കാരികളുമായ സമൂഹത്തിനെ അള്ളാഹു പാഠം പഠിപ്പിച്ചിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഒന്നാമത് നാം മനസ്സിലാക്കിയത്. മഹാനായ നബിയുല്ലാഹി നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത. ആ ജനതയെ പ്രളയത്തിലൂടെ, ശക്തമായ പ്രളയത്തിലൂടെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അവർക്കെതിരെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അള്ളാഹു തആല കേട്ടു. അങ്ങനെ അവരെ നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അവസാനം അള്ളാഹു ചോദിച്ച ഒരു ചോദ്യം 16-ാമത്തെ ആയത്തിൽ, ഫകൈഫ കാന അദാബി വനുദുർ. എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും എങ്ങനെയുണ്ട്, അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കണം. ഫഹൽ മിൻ മുദ്ദക്കിർ. മനസ്സിരുത്തി ഓർമ്മിക്കുന്നവരായി നിങ്ങളുടെ കൂട്ടത്തിൽ വല്ല ആളുകളുമുണ്ടോ എന്ന ഒരു ചോദ്യം അള്ളാഹു നമ്മോടാണ് അത് ചോദിച്ചത്. ഈ ഉദാഹരണമൊക്കെ പറഞ്ഞു തരുന്നത് ചിന്തയുള്ള, മനസ്സിരുത്തി ഓർമ്മിക്കുവാനും ചിന്തിക്കുവാനും മാറാനും പഠിക്കാനും ഒക്കെയാണ്. അള്ളാഹുവിന്റെ ശിക്ഷയും താക്കീതുകളൊക്കെ എങ്ങനെയുണ്ട് എന്ന് നിങ്ങളെ ഓർക്കാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് 17-ാമത്തെ ആയത്തിൽ വിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ്, ലഖദ്, തീർച്ചയായും, യസ്സറ, എളുപ്പമാക്കി, യസ്സർന, നാം എളുപ്പമാക്കി, വലഖദ് യസ്സർന, യസ്സറ, നാം എളുപ്പമാക്കിയിരിക്കുന്നു. എന്തിനെ എളുപ്പമാക്കി? അള്ളാഹുവാണ് ഇത് പറയുന്നത് കേട്ടോ. എളുപ്പമാക്കി എന്ന് പറയുന്നത് തീർച്ചയായും ഞാൻ എളുപ്പമാക്കി എന്നാണ് അള്ളാഹു പറയുന്നത്. എന്തിനെ എളുപ്പമാക്കിയിട്ടുണ്ട്? അൽ ഖുർആന, ഖുർആനിനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട്. ലിദ്ദിക്രി, ഓർമ്മിക്കുവാൻ വേണ്ടി, മനസ്സിലാക്കുവാൻ വേണ്ടി. ഖുർആൻ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി നാം എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എന്നിട്ട് അള്ളാഹുവിന്റെ ഒരു ചോദ്യം, ഫഹൽ മിൻ മുദ്ദക്കിർ, ഫഹൽ മിൻ മുദ്ദക്കിർ. അതുകൊണ്ട് ഉറ്റാലോചിക്കുന്ന, ഉപദേശം ഫലിക്കുന്ന വല്ല ആളുകളുമുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. ചിന്തിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്നത് അള്ളാഹു നമ്മോടുള്ള ചോദ്യമാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞിട്ട് ഇനി തുടർന്നുള്ള പല സമൂഹത്തിനും നേരിട്ട ശിക്ഷാ നടപടികൾ പറഞ്ഞ ഉടനെയും അള്ളാഹു തആല ഈ ആയത്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ചിന്തിക്കാൻ വേണ്ടി ഖുർആനിനെ നാം ലളിതമാക്കുകയും എളുപ്പമാക്കുക തന്നെ ചെയ്തിരിക്കുന്നു. ചിന്തിക്കാൻ തയ്യാറുള്ള വല്ല ആളുകളും ഉണ്ടോ? അള്ളാഹുവിന്റെ ചോദ്യമാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പറയാ ഖുർആൻ നിങ്ങൾക്ക് എളുപ്പമാണ്. പഠിക്കണം, ചിന്തിക്കുന്ന ആളുകൾക്കാണ്. എങ്ങനെ മനസ്സിലാക്കണം, എനിക്ക് പഠിക്കണം, അള്ളാഹു എന്നോട് എന്താണ് പറയണത്, അള്ളാഹു എന്താണ് എന്നോട് ഉപദേശിക്കുന്നത്, ഏത് രീതിയിലൂടെ നടക്കണം എന്നതാണ് റബ്ബിന്റെ വർത്തമാനം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ എളുപ്പമാണ്. അതല്ല, ഞാൻ ഇത്രയും കാലം, ഇത്രയും വയസ്സായി, എനിക്ക് ഇതുവരെ ഞാൻ ഖുർആൻ പഠിച്ചിട്ടില്ല, ഇനി ഖുർആൻ പഠിച്ചിട്ടുണ്ട് എന്റെ തലയിലേക്ക് കയറുകയില്ല, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതൊക്കെ ഒരുപാട് തലയും ബുദ്ധിയും ബുദ്ധിശക്തിയും ഒക്കെ വർദ്ധിച്ച ആളുകൾക്ക് മാത്രം പഠിക്കാൻ കഴിയുന്ന ഒന്നാണ് ഖുർആൻ എന്നാണ് നമ്മുടെ മനസ്സ് നമ്മോട് പറയുന്നതെങ്കിൽ നമുക്ക് ഖുർആൻ ഭാരമാകും. മറിച്ച് അള്ളാഹു ആണ് പറയുന്നത്, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വാചകമാണ്, അള്ളാഹുവിന്റെ വാക്കുകളാണ് എന്ന് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടല്ലോ. ആ റഹ്മാനായ റബ്ബ് നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിച്ചിട്ടുള്ള അള്ളയാ പറയുന്നത്, വലഖദ് യസ്സർനൽ ഖുർആൻ, ഖുർആൻ നാം എളുപ്പമാക്കിയിട്ടുണ്ട്. ഓർമ്മിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നാം ഖുർആനിനെ എളുപ്പമാക്കിയിട്ടുള്ളത്. ഓർമ്മിച്ച് മനസ്സിലാക്കുന്നവരായി, ചിന്തിക്കുന്നവരായി വല്ല ആളുകളും ഉണ്ടോ എന്ന് റഹ്മാനായ റബ്ബ് ചോദിക്കുമ്പോ, അതെ, ആ ആയത്തിനെ തട്ടിമാറ്റിയിട്ട് എനിക്കിനി പഠിക്കാൻ കഴിയില്ല, എനിക്ക് വിശുദ്ധ ഖുർആൻ മനസ്സിലാവുകയില്ല, എന്റെ തലയിലേക്ക് ആ ഖുർആൻ കയറുന്നില്ല എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിലോടുള്ള വെല്ലുവിളിയാണ്. ഈ ആയത്തിന് ഘടകവിരുദ്ധമാണ്. എനിക്ക് അല്ല പറയണത്, ഖുർആൻ പറയുന്നത് എനിക്ക് മനസ്സിലാകണില്ല, ആ ഖുർആൻ പഠിച്ചിട്ട് എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നാം വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോ മറ്റൊരു ചിന്തയും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകരുത്. ഭൗതികമായ കാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയാകരുത്, അതല്ലെങ്കിൽ സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടിയാകരുത്. മറിച്ച് റഹ്മാനായ റബ്ബിന്റെ കലാം അത് പഠിച്ചാൽ അത് വലിയ ഫായിദയുള്ളതാണ്, പ്രതിഫലമുള്ളതാണ്. വിശുദ്ധ ഖുർആനിന്റെ ഓരോ അക്ഷരവും പ്രതിഫലമുള്ളതാണ്. അതിനെക്കുറിച്ച് കൊണ്ടുള്ള ചിന്ത അത് പ്രതിഫലമുള്ളതാണ്. ഇങ്ങനെ കൃത്യമായി നല്ല അന്വേഷണ ബുദ്ധിയോടുകൂടെ, നല്ല ചിന്തയോടുകൂടെ, ഉറ്റാലോചനയോടുകൂടെ വിശുദ്ധ ഖുർആനിനെ സമീപിക്കുന്നവർക്ക് ഗ്രഹിക്കുവാനും ഓർമ്മിക്കുവാനും വേണ്ടിയുള്ള ഉപദേശങ്ങളും പാഠങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള, അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹു ചോദിക്കുക, അതിന് തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ, പഠിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ട സനാബിൽ പഠന ഗ്രൂപ്പിലെ, ഖുർആൻ പഠന ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി കൂട്ടുകാരെ, നമുക്കൊക്കെ പറയാം. അള്ളാഹു ചോദിക്കുക, ഫഹൽ മിൻ മുദ്ദക്കിർ, അതിന് തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ആയിരക്കണക്കിന് ആളുകൾ ഭൗതികമായ പലതും പഠിക്കുന്നവരാണ്, പലതിനു വേണ്ടിയും സമയം കണ്ടെത്തുന്നവരാണ്, ദുനിയാവിന് വേണ്ടി സമയം കണ്ടെത്തുന്നു. അങ്ങനെ പലതും മൊബൈലുകളിൽ കളിച്ചും ഗെയിമുകളും അതുപോലെ സീരിയലുകളും സിനിമകളും പാട്ടുകളും കച്ചേരികളുമായി നടക്കുമ്പോ നമുക്ക് പറയാൻ കഴിയും, അള്ളാഹു എന്നോട് ചോദിച്ചു, ചിന്തിക്കുന്നവരുണ്ടോ, മനസ്സിലാക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ റഹ്മാനായ റബ്ബിനോട് നമുക്ക് പറയാൻ കഴിയും, സനാബിൽ എന്ന ഖുർആൻ പഠന ഗ്രൂപ്പിലൂടെ, അള്ളാഹുവേ, നിന്റെ ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം നൽകിയവരാണ്, ഞങ്ങളത് പഠിക്കാൻ തയ്യാറുള്ളവരാണെന്ന് പറഞ്ഞ് കടന്നു വന്നവരാണ്, അതിൽ ജോയിൻ ചെയ്തവരാണ്, ആ ഖുർആൻ കേട്ടവരാണ്, അതിന്റെ പരീക്ഷ എഴുതിയവരാണ്, മത്സരത്തിൽ പങ്കെടുത്തവരാണ്, ഖുർആൻ പാരായണ മത്സരത്തിൽ ഞങ്ങൾ പങ്കെടുത്തവരാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സമയം ഞങ്ങൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് റബ്ബേ എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീർച്ചയായും എനിക്കും നിങ്ങൾക്കും കഴിയും. അള്ളാഹു ആ നിലക്ക് വിശുദ്ധ ഖുർആനിനെ സമീപിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് ഖുർആൻ എനിക്ക് പഠിക്കാൻ കഴിയില്ല, അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന ഒരു ചിന്ത ഒരിക്കലും നമ്മുടെ മനസ്സുകളിൽ, ഒരാളുടെയും ഒരു പഠിതാവിന്റെയും മനസ്സുകളിൽ ഉണ്ടാകരുത്. കാരണം അല്ലാഹ് പറഞ്ഞതാ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കാൻ വേണ്ടിയാണ് ഖുർആനിനെ നാം ലളിതമാക്കിയിരിക്കുന്നത്. വലിയ ബുദ്ധിയൊന്നും വേണ്ട, ബുദ്ധിരാക്ഷസന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന കാര്യമല്ല ഖുർആൻ, മറിച്ച് ചിന്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിയാൽ അത്തരം ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ എളുപ്പമാണ്. അതുകൊണ്ട് ചിന്തിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ ഞാനുണ്ടെന്ന് പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ. തുടർന്ന് ഹൂദ് നബി അലൈഹിസ്സലാം നിയോഗിതനായ ആദ് സമൂഹത്തിന്റെ നാശത്തെക്കുറിച്ചാണ്, അവരിലേക്ക് ഇറക്കിയ ശിക്ഷയെക്കുറിച്ചാണ് അല്ലാഹു തആല രണ്ടാമത് പറയുന്നത്. ഒന്നാമത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെക്കുറിച്ച്, രണ്ടാമത് ആദ് സമൂഹത്തെക്കുറിച്ച്. കദ്ദബത് ആദും ഫകൈഫ കാന അദാബി വനുദുർ, കദ്ദബത് കളവാക്കി, ആദ് സമൂഹം വ്യാജമാക്കി, ഫകൈഫ കാന എന്നിട്ട് എങ്ങനെ ഉണ്ടായി, അദാബി എന്റെ ശിക്ഷ, വനുദുർ എന്റെ താക്കീതുകളും എന്റെ ശിക്ഷയും എങ്ങനെ ഉണ്ടായി.
കദ്ദബത് ആദും ഫകൈഫ കാന അദാബി വനുദുർ. ആദ് സമുദായം സത്യം നിഷേധിച്ചു അവർ, അപ്പോൾ എന്റെ ശിക്ഷയും താക്കീതുകളും എങ്ങനെയായി തീർന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവരിലേക്ക് ഇറങ്ങിയ ശിക്ഷയെക്കുറിച്ചാണ് 19-ാമത്തെ ആയത്ത്. ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ യൗമിൻ നഹ്സിൻ മുസ്തമിർ. ഇന്നാ തീർച്ചയായും നാം, അർസൽനാ നാം അയച്ചു, ഇന്നാ അർസൽനാ തീർച്ചയായും നിശ്ചയമായും നാം അയച്ചു, അലൈഹിം അവരുടെ മേൽ, റീഹ് കാറ്റ്, റീഹൻ ഒരു കാറ്റിനെ അവരുടെ മേൽ നാം അയച്ചു, സർസറ ഉഗ്രമായ അത്യുഗ്രമായ ഒരു കാറ്റിനെ, അത്യുഗ്രമായ ഒരു കൊടുങ്കാറ്റിനെ നാം അവരുടെ മേൽ നാം അയച്ചു. ഫീ യൗമിൻ നഹ്സിൻ മുസ്തമിർ. ഫീ യൗമിൻ നഹ്സിൻ ഒരു ദുഷ്ഗുണ ദിവസത്തിൽ, മുസ്തമിറുൻ മുറിഞ്ഞു പോകാത്ത, നിലനിൽക്കുന്ന, അപ്പോൾ മുറിഞ്ഞു പോകാത്ത ഒരു ദുശ്ശകുന ദിവസത്തിൽ അവരുടെ നേരെ നാം ഒരു കൊടുങ്കാറ്റിനെ തന്നെ അയച്ചു കളഞ്ഞു. നഹ്സ് അതിനെക്കുറിച്ചൊക്കെ മുൻകഴിഞ്ഞു പോയ സൂറത്തു സജദയിലൊക്കെ നാം വിവരിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും അതുപോലെ ആദ് സമൂഹത്തിനും ആ സമൂദ് ഗോത്രത്തിനെ കുറിച്ചൊക്കെ മുമ്പ് പഠിച്ച പല സൂറത്തുകളിൽ വിശദമായും ചുരുങ്ങിയ രൂപത്തിലും ഒക്കെ പല പ്രാവശ്യം നാം പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ യൗമിൻ നഹ്സിൻ മുസ്തമിർ. നാം അവരുടെ മേൽ മുറിഞ്ഞു പോകാതെ നിലനിൽക്കുന്ന ഒരു ദുശ്ശകുന ദിവസത്തിൽ അത്യുഗ്രമായ ഒരു കൊടുങ്കാറ്റിനെ തന്നെ നാം അയച്ചു. തൻസിഉൻ നാസ കഅന്നഹും അഇജാസു നഖ്ലിൻ മുൻഖഇർ. തൻസിഉ അത് നീക്കം ചെയ്യും, അത് പറിച്ചെറിയും. ഏത്? ആ കൊടുങ്കാറ്റ് അത് പറിച്ചെറിയും. അന്നാസ മനുഷ്യരെ മുഴുവനും പറിച്ചെറിയുന്ന കൊടുങ്കാറ്റായിരുന്നു അത്. കഅന്നഹും അവരാകുന്നത് പോലെ. എന്ത്? അഇജാസു നഖ്ല്, നഖ്ല് ഈത്തപ്പന, അഇജാസു നഖ്ലിൻ ഈന്തപ്പനയുടെ മുരടുകൾ ആകുന്നത് പോലെ. മുൻഖഇർ കടപുഴകി വീണ. അപ്പൊ കടപുഴകി വീണ ഈത്തപ്പന തടികളെ പോലെ അത് മനുഷ്യരെ പറിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു. അത്രയും ഭീകരമായിരുന്നു എന്നർത്ഥം ആ കൊടുങ്കാറ്റെ. അതിന്റെ ഭീകരതയാണ് അല്ലാഹു തആല പറയുന്നത്. തൻസിഉൻ നാസ കഅന്നഹും അഇജാസു നഖ്ലിൻ മുൻഖഇർ. അത് മനുഷ്യരെ പറിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു. അവർ കടപുഴങ്ങി വീണ ഈന്തമരത്തിന്റെ മുരടുകൾ എന്നോണമായിരുന്നു നിലം പതിച്ചിരുന്നത്. ഇനി അല്ലാഹു ചോദിക്കുക, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതക്കുണ്ടായ ആ പര്യവസാനത്തെക്കുറിച്ച്, ശിക്ഷയെക്കുറിച്ച് പറഞ്ഞ് അവസാനം അല്ലാഹു ചോദിച്ച അതേ ചോദ്യം ഇവിടെ ആവർത്തിക്കുകയാണ്. ഫകൈഫ കാന അദാബി വനുദുർ. ഫകൈഫ കാന അദാബി വനുദുർ. അപ്പോൾ എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും എങ്ങനെയായി തീർന്നു, അത് കുറിക്ക് കൊള്ളുക തന്നെ ചെയ്തില്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. ഈ ഓരോ സമൂഹത്തെക്കുറിച്ചും പറഞ്ഞതിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ ഫകൈഫ കാന അദാബി വനുദുർ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ ഇതിങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. തൊട്ട് ശേഷം സമൂദ് ഗോത്രത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ രണ്ടായത്തുകളും ഇങ്ങനെ ആവർത്തിക്കുന്നതായി കാണാം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായും ഓർമ്മിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. എന്നാൽ ഓർമ്മിച്ച് മനസ്സിലാക്കുന്നവരായി വല്ലവരും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ് സമൂഹത്തെ കുറിച്ചും പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ നമ്മൾ മുമ്പ് പഠിച്ച സൂറത്തുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, 7 രാത്രിയും 8 പകലുമായിരുന്നു. 7 രാത്രിയും 8 പകലും തുടർച്ചയായി അടിച്ചു വീശിക്കൊണ്ടിരുന്ന അത്യുഗ്രമായ കാറ്റിലാണ് ആ സമുദായം മുഴുവനും കടപുഴകി മറിഞ്ഞു വീഴുന്ന പ്രകാരം അടിയോടെ പിടിതെറിയിക്കപ്പെട്ടു, അവരെ നശിപ്പിക്കപ്പെട്ടു. അതിദാരുണമായ രീതിയിലാണ് ആദ് സമൂഹം നാശമടഞ്ഞു പോയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അത് ഏതൊരു ദിവസത്തിലാണ്? ഫീ യൗമിൻ നഹ്സിൻ മുസ്തമിർ, അല്ലെ? അത് മുറിഞ്ഞു പോകാതെ നിലനിൽക്കുന്ന ഒരു ദുശ്ശഗുണ ദിവസത്തിലാണ് എന്ന് പറഞ്ഞു. അതേക്കുറിച്ച് സൂറത്ത് ഹാമീം സജദയുടെ 16-ാമത്തെ ആയത്തിന്റെ ആ ക്ലാസ് പരിശോധിച്ചാൽ നിങ്ങൾക്ക്
അതിന്റെ വിശദീകരണം കിട്ടുന്നതാണ്. ഏറ്റവും വലിയ ഒരു ദുഷ്യഗുണം തന്നെയാണത്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു നാശമാണത്. അങ്ങനെ 7 രാത്രിയും 8 പകലും തുടർച്ചയായി അടിച്ചു വീശി ആദ് സമൂഹത്തെ, ആ ധിക്കാരികളായ സത്യനിഷേധികളായ മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനം സ്വീകരിക്കാത്ത ആ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് ഫകൈഫ കാന അദാബി വനുദുർ, എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും എങ്ങനെയുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ശിക്ഷകളിൽ നിന്നും എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.